നമസ്കാരം. അമേരിക്കൻ സർവകലാശാലകളിൽ ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനെതിരായ പ്രക്ഷോഭം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. ന്യൂയോർക്കിൽ മാത്രം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 300-ലധികം പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിലും സിറ്റി കോളേജ് ക്യാമ്പസിലും ഉൾപ്പെടെ പോലീസ് നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസ് കോളേജിലുമൊക്കെയായി 300-ലധികം പേരെ അറസ്റ്റ് ചെയ്തു ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആദംസ് അറിയിച്ചിരുന്നു. അതേസമയം ഈ സർവകലാശാലകളിലെ പോലീസ് നടപടിയെ പിന്തുണച്ചുകൊണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൊളംബിയയിലെ പോലീസ് നടപടി കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള റാലികളിലൊക്കെയും ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഗാസ അനുകൂല പ്രതിഷേധക്കാർക്ക് നേരെ ഇസ്രായേൽ അനുകൂല വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത് വലിയ ഒരു സംഘർഷത്തിൽ കലാശിച്ചിട്ടുമുണ്ട്. നിരവധി പേർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചക്കിടെ 1000-ഓളം ആളുകളെയാണ് നിലവിൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഹാമിൽട്ടൺ ഹാള് കൈയടക്കുകയും അതിനോടൊപ്പം തന്നെ ഗാസയിലെ ഇരകളുടെ ബഹുമാനാർത്ഥം ആ ഹാളിന് ഹിൻസ് ഹാൾ എന്ന് പേരിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ആരംഭിച്ചത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ ഈ ഹാമിൽട്ടൺ ഹാള് കൈയടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫെബ്രുവരിയിൽ വടക്കൻ ഗാസയിൽ മരിച്ച 6 വയസ്സുകാരിയായ ഹിന്ദ് റജബിന്റെ സ്മരണയ്ക്കായാണ് വിദ്യാർത്ഥികൾ ഈ ഹാമിൽട്ടൺ ഹാളിന്റെ പേര് പുനർനാമകരണം ചെയ്ത് ഹിൻസ് ഹാൾ എന്നാക്കിയത്. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പലസ്തീൻ പതാകകൾ വീശി മുദ്രാവാക്യം മുഴക്കി രംഗത്ത് വന്നത്. എന്തായാലും അമേരിക്കയിലാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ഗാസ പോരാട്ടത്തിന്റെ ഒരു മിനിയേച്ചർ ഫോം നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രക്ഷോഭ രംഗത്തുള്ളതും. നമുക്കറിയാം, അമേരിക്ക പലപ്പോഴും ഇസ്രായേലിനെ രഹസ്യമായി സഹായിക്കുകയും പരസ്യമായി യുദ്ധത്തിനെതിരാണ് തങ്ങൾ എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സേന രംഗത്തെത്തും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം ഇത്രയധികം അറസ്റ്റുകൾ സംഭവിച്ചിട്ട് പോലും ഈ പ്രക്ഷോഭങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.